രാഹുൽ ഈശ്വറിലേക്ക്. രാഹുൽ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി 2 കന്യാസ്ത്രീകളുടെ ദുരവസ്ഥ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇപ്പോഴും ജയിലിനുള്ളിലാണ്. ആ ഘട്ടത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഘർ വാപ്പസി നടക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് 2014 ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിന് പുറത്ത് ഇതൊക്കെ നിർബാധം നടന്നു വരുന്ന സംഭവവുമാണ്. താങ്കൾ എങ്ങനെയാണ് ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഇതിനെ നോക്കിക്കാണുന്നത്? ഈ മടങ്ങിവരവ് നല്ലതിനാണോ? രേണുകാജി, 2 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഘർ വാപ്പസി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട് ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം താമസിക്കുന്നത്. ഇനിയും വേറൊരു വീട്ടിലേക്ക് മടങ്ങി പോകേണ്ട ആവശ്യമില്ല. 2, ഹിന്ദു സംഘടനകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ വിജി തമ്പി സാർ അടക്കമുള്ളവരുണ്ട്. നമുക്കെല്ലാം അറിയാം, ഹിന്ദു സമുദായത്തിന് ഈ കൺവേർഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായി നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണമെന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. സാക്ഷാൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചിരുന്ന അദ്ദേഹം ഈ സെന്റിമെന്റ്സ് മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം അന്ന് സഹോദര ക്രിസ്ത്യൻ സമുദായങ്ങളും മുസ്ലിം സമൂഹങ്ങളോട് സംസാരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നമ്മുടെ ഹിന്ദു സഹോദരങ്ങളുടെ ഇൻസെക്യൂരിറ്റി മനസ്സിലാക്കണം. അവർക്ക് ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ അത്ര സംഘടിതമായൊരു മതമല്ല. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെയും പോലെ സംഘടിതമായൊരു സമുദായമല്ല. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ കൺവേർഷൻ എന്ന് കേൾക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ ഒരു ഭയവും പേടിയും ആശങ്കയും ഉണ്ട്. ആ ആശങ്ക നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് ഭാരതരത്ന ആയ പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദാണ്. നമ്മുടെ നാട്ടിലെ 99% ക്രിസ്ത്യൻ സംഘടനകളും ഒരു നിർബന്ധിത മതപരിവർത്തനത്തിനും മറ്റും ഇടപെടാറില്ല. അപ്പം ഞങ്ങളെല്ലാം ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചതാണ്. എൻ്റെ മോൻ പഠിക്കുന്ന സെൻറ് തോമസിലാണ്. ഞാൻ ഒരുപാട് കാലം പഠിച്ച ക്രൈസ്റ്റ് നഗറിലാണ്. എൻ്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ കോളേജിലാണ്. എൻ്റെ മുത്തശ്ശി പഠിച്ചത് ബാലികാമഠം, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ക്രിസ്ത്യൻ സ്കൂളിലാണ്. ഇവരോടെല്ലാം, അതായത് ഞങ്ങളെ ഒന്നും ഇതുവരെ ആരും മതം മാറ്റാൻ നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഞങ്ങളൊക്കെ അവിടുത്തെ നല്ല ക്രിസ്ത്യൻ അല്ലെങ്കിൽ നല്ല ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. പക്ഷേ നമുക്കെല്ലാം അറിയുന്നത് പോലെ എല്ലാ വിഭാഗങ്ങളിലും കുറച്ച് കടുപ്പ സ്വരങ്ങൾ ഉള്ളതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ കടുപ്പ സ്വരങ്ങൾ ഉണ്ടാകും. എനിക്ക് ഇത് ചെയ്യുന്നവരോട്, അതായത് ഈ ഘർ വാപ്പസി ചെയ്യുന്ന വിജി തമ്പി സാറിനെയൊക്കെ എത്രയോ കാലമായിട്ട് അറിയാം. അദ്ദേഹത്തോടക്കം അദ്ദേഹം അതിനെ പിന്തുണയ്ക്കുകയാണെങ്കിലുള്ള അഭ്യർത്ഥന, നമുക്ക് അങ്ങോട്ടും പോകണ്ട ഇങ്ങോട്ടും പോകണ്ട. നമുക്ക് നല്ല വിശ്വാസികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ട് തുടരാം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. അതായത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വികാരങ്ങൾ ഉണ്ടാക്കും. നിന്റെ കുറഞ്ഞു, എൻ്റെ കുറഞ്ഞു, മറ്റേത് പോയി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാർ എനിക്കെതിരെ സുപ്രീം കോടതി പോയതാണ്. ഞാൻ അഖിലാഹാദിയെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെനിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എനിക്ക് അനുകൂലമായിട്ടാണ് അതിൽ പരാമർശം നടത്തിയത്, വിധി തന്നത്. ഇതൊരു വളരെ സങ്കീർണമായ വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഹിന്ദുക്കളായി, നല്ല മുസ്ലിങ്ങളായി, നല്ല ക്രിസ്ത്യാനികളായി, ഇനി വിശ്വാസമില്ലാത്തവരാണെങ്കിൽ നല്ല യുക്തിവാദികളോ നിരീശ്വരവാദികളോ ആയിട്ട് ജീവിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുകയല്ലേ നല്ലത്? എന്തിനാണ് ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കടിപിടിയിൽ കൂടുന്നത്? നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം തന്നെ എല്ലാവരെയും അങ്ങനെ ആദരിച്ചു പോകുന്നതല്ലേ? രാഹുൽ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഇവിടെ ഇപ്പോൾ താങ്കൾ പറയുന്നു അങ്ങോട്ടും പോകണ്ട ഇങ്ങോട്ടും പോകേണ്ട എന്ന്. പക്ഷേ നമ്മുടെ ഭരണഘടന തന്നെ ഒരാൾക്ക് അയാളുടെ വിശ്വാസം നിശ്ചയിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു മതത്തിൽ വിശ്വസിക്കാനും കൂടിയുള്ള അധികാരമാണ്. അത് ആവശ്യമെങ്കിൽ അങ്ങനെ മാറാനുള്ള അനുവാദം കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് സ്വമേധയാ വേണം എന്ന് മാത്രമാണുള്ളത്. നിർബന്ധിത മതപരിവർത്തനമാണ് നടക്കാൻ പാടില്ലാത്തത്. അപ്പോ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്ന് രാഹുൽ പറയുമ്പോൾ ഇപ്പോൾ ഈ രീതിയിൽ അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് തന്നെ എതിരായി പോകും. അയ്യോ, അങ്ങനെയല്ല. രേണുകാജി, ഇതൊരു തിൻ ലൈനാണ്. അതായത് കൺവേർഷൻ ആണോ ഫോഴ്സ് കൺവേർഷൻ ആണോ എന്നുള്ളൊരു തിൻ ലൈനാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ക്രിസ്തു മാർഗി ആരാണ്? യേശുദേവന്റെ പാതയിൽ പിന്തുടരുന്ന ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവും നല്ല ശ്രീരാമഭക്തനുമായ മഹാത്മാഗാന്ധിയാണ്. നരേന്ദ്രമോദിജിയുടെ വളരെ അടുത്ത സുഹൃത്തായ ശ്രീ MJ അക്ബർ, അതായത് ഇപ്പം നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ലോകരാജ്യങ്ങളിൽ പോയ MJ അക്ബർ പറയുന്നത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധിയാണ്. ജിഹാദ്, ധർമ്മയുദ്ധം, ക്രൂസൈഡ്, നന്മയുടെ പാതയിൽ നമ്മളെ നയിച്ചത് മഹാത്മാഗാന്ധി എന്നാണ്. നമുക്കൊരു ഗാന്ധിയൻ ലൈനിൽ പോയി എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചു പൊക്കൂടെ? ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനൊരു സാധാരണ ഹിന്ദുവാണ്. ഇപ്പോൾ ഒരാൾ A മതത്തിലേക്ക് പോയി അല്ലെങ്കിൽ B മതത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം വരും. വേറൊരു സമുദായത്തിലെ ആൾക്കാർ, നമ്മുടെ ആൾക്കാർ മറ്റവരിലേക്ക് പോയെന്ന് വിഷമം വരും. നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൈവങ്ങളുടെ പേരിൽ അടികൂടേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അവിടെയാണ് ഇതൊരു ബാലൻസ് പിടിച്ചു പോയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു മത്സര ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഇന്നത്തെ തന്നെ നമ്മുടെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നുള്ള പറയുന്ന അമിത്ഷാജി അടക്കം കന്യാസ്ത്രീകളുടെ ആ അറസ്റ്റ് ശരിയായില്ല, അവർ നിരപരാധികളെന്ന് നമ്മുടെ കേരളത്തിലെ MPമാരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതി പോവുകയല്ലേ? പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്, എല്ലാ സ്ഥലത്തും അത് പറയുന്നതാണ്. ഒരു പക്ഷേ ഒരു വീടിനുള്ളിലെ ഏറ്റവും വലിയ യേശു ക്രിസ്തുവിൻ്റെ ഫേസ് വാൾ പെയിന്റിംഗ്
പെയിന്റിംഗ് എൻ്റെ വീട്ടിനുള്ളിലാണ്. 140 സ്ക്വയർ ഫീറ്റ് ഉള്ള നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു ഫേസ് വാൾ പെയിന്റിംഗ് ഉണ്ട്. അത് യേശു ക്രിസ്തുവിനോട് ജനുവിനായി ബഹുമാനം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത രീതി ചെയ്തുകൂടെ? ക്രിസ്ത്യൻ സമൂഹത്തിലും ഹിന്ദു സമൂഹത്തിലും ഇസ്ലാമിക് സമൂഹത്തിലും ചിലപ്പോൾ ഈ 0.1% ആയിരിക്കും ഈ കൺവേർഷനൊക്കെ താല്പര്യം. നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്നതല്ലേ? ഇതിൻ്റെ പ്രശ്നം കൺവേർഷനും ഫോഴ്സ് കൺവേർഷനും തമ്മിൽ ഒരു തിൻ ലൈനേ ഉള്ളൂ. ഇനി നാളെ അവർ 3 പേരെ ഇങ്ങോട്ട് വരുന്നു, ഇവിടെ അങ്ങോട്ട് പോകുന്നു. ഈ രീതിയിൽ തർക്കമില്ലാതെ സഹകരിച്ച് സൗഹാർദ്ദത്തോടു കൂടി പോകുന്നതല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകന്മാർക്ക് മുമ്പ് പോലും ഈ നാട്ടിൽ ആദ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ആദ്യത്തെ സംസ്കൃത സ്കൂൾ എല്ലാവർക്കും തുടങ്ങിയത് ചാവര പിതാവാണ്. ചാവര പിതാവ് അടക്കമുള്ളവർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം എത്രത്തോളം സേവനം ചെയ്തതാണ്. അപ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുമിച്ച് നിർത്തി മുമ്പോട്ട് പോകുക എന്നതിനപ്പുറം ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് പോകണ്ട. ലോകത്തിലെ ആദ്യ ക്രിസ്തീയ സമൂഹം, ഒരു വരി കൂടെ പറയാം, ലോകത്തിലെ ആദ്യ ക്രിസ്തീയ സമൂഹം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലാണെന്നാണ് വിശ്വാസം. BJPയുടെ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ജി പറയുന്നുണ്ട്, അതായത് AD 52 തോമാസ് ലീഹയുടെ കാലം മുതൽ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ സമൂഹമുണ്ട്. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് പോകുന്നതിന് പകരം നീ മാറി, ഞാൻ മാറി, മറ്റവൻ മാറി, ഇവ മാറിയില്ല എന്ന് പറഞ്ഞ് അടി കൂടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ശരി, അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്നുള്ളതാണ്, നിർബന്ധിച്ച് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്നുള്ളതാണ് രാഹുലിന്റെ സ്റ്റാൻഡ്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ